രക്ഷാധികാരി ബൈജു അല്ലെങ്കിൽ ഒരു ഈ കുമ്പളം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ രക്ഷാധികാരിയുടെ കഥാപാത്രം ഉണ്ടായപ്പോൾ അത് ബിജു മേനോൻ്റെ രൂപത്തോടു കൂടിയാണ് ഉണ്ടായത്. അപ്പോൾ ബിജു മേനോൻ അതിന് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്ന് ആദ്യമേ തന്നെ എനിക്ക് ബോധ്യമുണ്ട്. കാരണം അദ്ദേഹത്തിന് ടൈലർ മെയ്ഡായിട്ടാണ് ഈ കഥാപാത്രം പിറന്നു വീഴുന്നത് തന്നെ. പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബിജു മേനോനെ കണ്ടുകിട്ടലും അദ്ദേഹത്തിൻ്റെ സമയത്തിനനുസരിച്ച് ഇത് ഒന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നതും അത് പറഞ്ഞ് ഫലിപ്പിച്ച് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം പുള്ളി ഇത് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നൊരു ആലോചനകളും സമയവും കാര്യങ്ങളും ഇത്തിരി ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ബിജു മേനോനിലേക്ക് എത്തിയത്. പക്ഷേ ആദ്യം തന്നെ ഈ ക്യാരക്ടർ പറഞ്ഞപ്പോഴും ഞാൻ ആദ്യം തന്നെ ഈ കഥയുടെ ഒരു ആദ്യ പകുതി, അപ്പോൾ ഞാനിപ്പോൾ പകുതി എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ, ആ ഒരു പകുതി എഴുതിയതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ പകുതി വായിച്ചു കൊടുത്തപ്പോൾ തന്നെ ബിജു ഇത് നമുക്ക് ചെയ്യാടാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ആദ്യം തന്നെ പുള്ളിക്ക് ടൈലർ മെയ്ഡായിട്ടുള്ളൊരു സംഭവമാണെന്ന് പുള്ളിക്ക് അപ്പം തന്നെ മനസ്സിലായി. പുള്ളി അത് മനസ്സിലായി, അത് കമ്മിറ്റ് ചെയ്തതിന് വന്നതിന് ശേഷം പൂർണ്ണമായും ഈ സിനിമയോടൊപ്പം തന്നെ നിന്നിട്ട് അതിനെന്തൊക്കെ വേണോ ആ രീതിയിലൊക്കെ സഹകരിച്ചിട്ട് ആണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ ഒരു പൂർണ്ണതയിൽ ഒരു ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ പൂർണ്ണമാവുന്നതിൽ ബിജു മേനോൻ എന്ന് പറയുന്ന ആക്ടർക്ക് ഒരു വലിയ പങ്കും അതിനൊരു വലിയൊരു കോൺട്രിബ്യൂഷനും ഉണ്ട് അതിനകത്ത്. അദ്ദേഹത്തിലൂടെയാണ് ഈ കഥാപാത്രം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അല്ലാതെ മറ്റൊരാളെ വെച്ച് ഇത് അഭിനയിപ്പിക്കാമെന്നുള്ള കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് തുടക്കം മുതലേ ഇങ്ങോട്ട് തന്നെ. ആദ്യം ഇതിൻ്റെ കഥാതന്തു ആലോചിച്ചപ്പോൾ ഇത് ലാലേട്ടനായ എങ്ങനെ ഇരിക്കും, മമ്മൂക്കയായാലും എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഫോർമേഷൻ ആയതിനു ശേഷം, ഈ കഥാപാത്രത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം മനസ്സിലേക്ക് വന്നതിന് ശേഷം അത് ഒരിക്കലും ബിജു മേനോനിൽ നിന്ന് മാറിയിട്ടില്ല. അത് ബിജു മേനോൻ തന്നെയായിരുന്നു. ഇത് സാധാരണ മനുഷ്യരെക്കുറിച്ചുള്ള ഒരു കഥയാണ്. സാധാരണ മനുഷ്യരെന്ന് ഉദ്ദേശിക്കുന്നത് വലിയ മോഹങ്ങളും വലിയ സ്വപ്നങ്ങൾക്കൊന്നും പിറകെ പോവാതെ ദൈനംദിന ജീവിതം ജീവിച്ചു പോകുന്നവർ, ജീവിതം ചിലവഴിക്കുന്നവർ, ജീവിതം വളരെ ആർഭാടമായി ജീവിക്കുന്നവരാണ് സത്യത്തിൽ അവർക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈം ഉണ്ട്, തോന്നിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ഒന്നിൻ്റെയും പിറകെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നൊന്നുമില്ല. അങ്ങനെ വളരെ ആർഭാടമായി ജീവിക്കുന്നവരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. എന്ന് വെച്ചാൽ ദൈനംദിന ജീവിതം വളരെ രസകരമായി ജീവിച്ചു പോകുന്നവരാണ്. അതാണ് സിനിമയിലുള്ളൊരു വ്യത്യസ്തത തന്നെ. കാര്യം നമ്മളിപ്പോൾ ഒരു സാധാരണഗതിക്ക് ഒരു സിനിമയ്ക്ക് ആവശ്യമായ ഒരു കഥ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു ഡ്രാമ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് നമുക്ക് പറയാം, അതിനൊരു റെസൊല്യൂഷൻ ഉണ്ടാവും, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അത്തരത്തിലുള്ളൊരു പ്രോബ്ലം സൊല്യൂഷൻ സ്ക്രിപ്റ്റ് അല്ല ഇത്, ഒരു സിനിമയല്ല ഇത്. ഇതിൽ കുമ്പളം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട്. അത് രക്ഷാധികാരി ബിജു മേനോനാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ത്രൂ ഔട്ട് സിനിമയിൽ ഇങ്ങനെ ബിജു മേനോനെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയൊന്നുമല്ല. കുറേ കഥകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ കഥകളെല്ലാം കോർത്തിണക്കുന്ന ഒരു പുസ്തകം നമ്മൾ ബൈൻഡ് ചെയ്യുന്ന സമയത്തുള്ള ഒരു നൂല് പോലെയാണ് സത്യത്തിൽ ഈ രക്ഷാധികാരി എന്ന് പറയുന്ന ബിജു മേനോൻ്റെ ഈ കഥാപാത്രം. എല്ലാ കഥകളും കോർക്കപ്പെടുന്നത് ബൈജുവിലൂടെയാണ്. പാട്ടുകൾ സാധാരണ പാട്ടുകളുടെ ലെങ്ത്തൊക്കെയുള്ള പാട്ടുകളാണ്, ലെങ്ത്ത് കുറഞ്ഞ പാട്ടുകളുമുണ്ട്. സിനിമയിൽ സിനിമയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. സാധാരണ പാട്ടിന് വേണ്ടി കട്ട് ചെയ്ത ആ സമയത്ത് നേരത്തെയൊക്കെ ആൾക്കാർ ടോയ്ലറ്റിൽ പോകാനും സിഗരറ്റ് വലിക്കാൻ പോകാനും ഒക്കെ ഉപയോഗിക്കുന്നൊരു സമയമായിരുന്നു പണ്ടത്തെ സിനിമയിൽ. കുറേ സമയങ്ങളിൽ കുറേ പാട്ടുകളൊക്കെ അത്തരത്തിൽ നമ്മളിതിനെ പാട്ടിന് ഉപയോഗിച്ചിട്ടില്ല. പാട്ട് സിനിമയുടെ അതിൻ്റെ ഒരു കഥാഗാത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു നറേഷന് വളരെ അത്യന്താപേക്ഷിതമായ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ പാട്ടുകൾ വെച്ചിട്ടുള്ളൂ. അല്ല, പാട്ടിന് വേണ്ടി പാട്ടുണ്ടാക്കിയിട്ടില്ല. ബിജി പാലിൻ്റെ സംഗീതത്തിൽ 7 പാട്ടുകൾ, അതിലൊരു പാട്ട് തമിഴ് പാട്ടാണ്. തമിഴ് പാട്ട് എഴുതിയത് നെല്ലൈ ജയന്തയാണ്. മലയാളം പാട്ടുകളെല്ലാം എഴുതിയിരിക്കുന്നത് ഹരിനാരായണനാണ്. ഈ സിനിമയുടെ കഥയുമായും ഇത് വളരെ ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ലിറിക്ക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് എനിക്കും പാട്ട് കേട്ടിട്ടുള്ള ആൾക്കാരും സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്ര കേട്ടാലും മടുക്കാത്ത മതിവരാത്ത പാട്ടുകളാണ്. നമ്മളെ ആ പാട്ടുകൾ കേൾക്കുന്തോറും നമ്മളെ അത് കൂടുതൽ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പാട്ടുകൾ ചെയ്യുന്നത്. ഞാനിതിൻ്റെ അകത്ത് നോക്കിയിരിക്കുന്നത് ഇന്നാളെ കാസ്റ്റ് ചെയ്യണം എന്നല്ലാതെ ഇതിലെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ മുഖങ്ങൾ എന്തെന്നുള്ളതാണ് നോക്കിയത്. അത് പുതിയ ആളുകളാണോ പഴയ ആളുകളാണെന്നൊന്നും നോക്കിയില്ല. ഈ കഥാപാത്രത്തേക്ക് അനുയോജ്യമായ മുഖങ്ങൾ പലരുമാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഉണ്ടാവും, കാരണം ഈ സ്ക്രിപ്റ്റ് വായിക്കുകയും ഇത് അറിയുകയും ചെയ്തിരിക്കുന്ന നമുക്കൊരു കാസ്റ്റിംഗ് ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അൾട്ടിമേറ്റായിട്ട് ഇത് സെലക്ട് ചെയ്യുന്നത് ഞാനാണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര് ഈ കഥാപാത്രത്തിന് ഇന്നാൾ നന്നായിരിക്കും. ഇപ്പോൾ ജനുവേട്ടൻ്റെ കഥാപാത്രം അത് ചെയ്യാൻ ജനുവേട്ടനല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞത് ബിജു മേനോനാണ്. അങ്ങനെയാണ് കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പഴയ ആളുകൾ എടുക്കുക, പുതിയ ആളുകൾ എടുക്കുക, അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ഈ കഥയ്ക്ക് അനുയോജ്യമായ മുഖങ്ങൾ എവിടെ കണ്ടാലും എടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ.
100 കഥാപാത്രങ്ങൾ വരുന്നത് 100 എന്ന് കൃത്യമായി ഞാൻ എണ്ണി നോക്കി 100 എന്നല്ല പറഞ്ഞത്. നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ സമയത്തും ഈ അതിൻ്റെ മറ്റ് വർക്കുകളിലൊക്കെ ഈ കഥാപാത്രങ്ങളുടെ ലിസ്റ്റ് എഴുതി നോക്കിയപ്പോഴാണ് കണ്ടത് ഇതിൽ 100-ലേറെ കഥാപാത്രങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ റിയലൈസ് ചെയ്തത്. അല്ലാതെ 100-ലേറെ കഥാപാത്രങ്ങൾ വെച്ചുകൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതല്ല. പിന്നെ ഇതൊരു നാടിൻ്റെ കഥയും കൂടിയാണിത്. ഒരു നാടിൻ്റെ ഹൃദയത്തുടിപ്പാണ് ഈ പറയുന്ന രക്ഷാധികാരി എന്ന് പറയുന്ന ആൾ. അല്ലെങ്കിൽ ഒരു നാട് അയാളുടെ ഉള്ളിൽ തുടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു നാടിനെ നമുക്ക് അതിൻ്റെ അകത്ത് പ്രതിനിധാനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കുറേ കഥാപാത്രങ്ങൾ അതുകൊണ്ടാണ് വരുന്നത്. നാട്ടിലുള്ള കുറേ ജനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന, സാധാരണ ജനങ്ങൾ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ.